ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാവാൻ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലൊരു സൺസ്ക്രീൻ അന്വേഷിച്ച് നടത്തിയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഇടുന്ന സൺസ്ക്രീന് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി പോവുക, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് മാച്ച് അല്ലാത്ത സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിളായ സൺസ്ക്രീനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൺസ്ക്രീനൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമല്ല. അത് നമ്മുടെ സ്കിന്ന് ഡാർക്കായി പോകും, നമ്മുടെ സ്കിന്നിന് ചേരാത്ത കൊണ്ട്. എൻ്റേതിപ്പോൾ ഡ്രൈ സ്കിന്നാണ്. എനിക്ക് സ്യൂട്ടബിളായിട്ടുള്ള സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചിലവരത് ഓയിലി ആയിരിക്കും, ചിലരത് കോമ്പിനേഷൻ സ്കിന്നായിരിക്കും, കുറേ സ്കിൻ ടൈപ്പ് ഉണ്ടല്ലേ. അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് ഇറങ്ങുമ്പോൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. അത് എന്തുതന്നെയായാലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിപ്പോവും, ടാൻ അടിച്ച് എന്തോ പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യണം. പിന്നെ ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ സ്കിന്നിന് സ്യൂട്ടായ തരത്തിലുള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു അടിപൊളി സൺസ്ക്രീൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണ് ആ സൺസ്ക്രീൻ എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. ഇതാണ് ആ സൺസ്ക്രീൻ. അക്വാലോജിക്ക ഗ്ലോ പ്ലസ് ഡ്യൂവി സൺസ്ക്രീനാണ് ഇത് പപ്പായ ആൻഡ് വൈറ്റമിൻ സി എക്സ്ട്രാക്റ്റ് കൂടി ഉള്ളതാണ്. ഇത് നല്ല അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൽ പപ്പായ ആൻഡ് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് പപ്പായ വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ബ്രൈറ്റൻ ആക്കി വെക്കാനും ആൻഡ് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ SPF 50 PA++++ UVA UVB വരെ ഉണ്ട്. അപ്പോൾ നമുക്കിത് നല്ല അടിപൊളിയാണ്. SPF 50 വരെ ഉണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഒരു SPF 30 ഉപയോഗിക്കണം എന്നാണ്. അല്ലെങ്കിൽ 50 തന്നെ ഉപയോഗിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസിൽ വൈറ്റമിൻ സി, ഹൈലൂറോണിക് ആസിഡ് ഒക്കെ ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇത് നോ സൾഫേറ്റ്, നോ പാരബൻസ്, നോ മിനറൽസ് ഓയിൽ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയാണ്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസമായി. നല്ല അടിപൊളി സൺസ്ക്രീനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ ഫേസിലെ വ്യത്യാസം കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ അവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരും നല്ല ഫീഡ്ബാക്കാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും, ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് ഇവർ പറയുന്നത്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും തന്നെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, എനിക്ക് അടിപൊളിയാണ്. ഇത് കുറച്ച് ഓയിൽ ഇതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭയങ്കര ഓയിലി ആണെങ്കിൽ കുറച്ചൊക്കെ അപ്ലൈ ചെയ്താൽ മതി, അടിപൊളിയാണ്. ഞാനിത് പേർപ്പിൾ ആപ്പിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ വേണ്ടവർ പേർപ്പിൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അക്വാലോജിക്കൻ്റെ ഗ്ലോ പ്ലസ് ഡ്യൂവി സൺസ്ക്രീനാണ്. വേണ്ടവർ അതിൽ ചെന്ന് പപ്പായ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് പപ്പായ നമുക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ഇതാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇതിൽ തീരാറായി, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അത്രയ്ക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതിനെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഇത് തീരുന്നതിൻ്റെ മുന്നേ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് കഴിയാനായിട്ട് ഞാൻ ആകെ തുറന്ന് ഇതാക്കിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോക്കൂ ഗൈസ്. അപ്പോൾ ഞാനിത് തീരുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഇത് 2 ഫിംഗർ റൂള്, 3 ഫിംഗർ റൂള് എന്നൊക്കെയാണ് പറയുക. പക്ഷേ അതിൽ തോണ്ടി എടുക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
ഇത് നല്ലോണം പുറത്ത് പോകുമ്പോൾ നന്നായിട്ട് 2 ഫിംഗറോ 3 ഫിംഗറോ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇതാക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. എനിക്ക് മൈക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എയർപോഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടല്ലേ ചാനൽ തുടങ്ങുന്നത്. ഇനി നമുക്ക് എല്ലാം സെറ്റ് ആക്കണം. ഞാനൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് വേഗം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഓയിലി ആയിട്ട്. അപ്പോൾ 6 മണിക്കൂർ ഇടവിട്ടിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. അപ്പം 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലോണം കാണുന്നില്ല, നല്ല ഓയിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഡ്രൈ സ്കിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നല്ല ഓയിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടവർക്ക് അടിപൊളി ചൂസ് ചെയ്യാൻ പറ്റുന്ന, ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ ഓയിലി സ്കിന്നുകാർ, നല്ല ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് എടുത്ത് യൂസ് ചെയ്താൽ മതി. അടിപൊളിയാണ്, നല്ലൊരു സൺസ്ക്രീനാണ്. നല്ല പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നുണ്ട്, സൺ ടാനൊന്നും ഇതാകുന്നില്ല, അടിപൊളി തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ സാധാ ഒരു ഫോണിൽ എനിക്ക് റിംഗ് ലൈറ്റ് ഇല്ലാതെ ഞാൻ ജനലിൻ്റെ ഒക്കെ അടുത്ത് വെളിച്ചത്തിലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെന്താ, എനിക്ക് മൈക്കില്ല, അതാ ഇയർഫോൺ യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മുമ്പോട്ട് ഇതൊക്കെ റെഡിയാക്കി അടിപൊളിയായിട്ട് വീഡിയോ ഇടാൻ, നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുക. നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ.